പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കാം, ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നിങ്ങളുടെ മുറിവുകളെ മുതലെടുക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പ്രയാസത്തിലും ഭാരത്തിലും കൂടെ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുതലെടുക്കാനായിട്ട് പഠിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഞാനൊരു ട്രൈബൽ കോളനിയിലാണ് ആദ്യ ശുശ്രൂഷ ആരംഭിച്ചത്. ആരംഭകാലത്ത് അവിടെ ശുശ്രൂഷയിലായിരിക്കും എനിക്ക് അവര് ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അവരുടെ ഭാഷയാണ്. ആ ഭാഷ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 3 മാസത്തോളം ആരോടും സംസാരിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആ 3 മാസത്തെ ഞാൻ ടേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയാം. എന്താണ് ചെയ്തതെന്നറിയോ? ആ 3 മാസം അവിടെ ഒരു ചെറിയ കൂരപ്പരയുണ്ട്. അതിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. അത് മാത്രം. അതിനുശേഷം ഞാൻ സെമിനാരിയിലേക്ക് പട്ടത്വത്തിനായി പഠിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെ വന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എനിക്ക് ചില കാര്യത്തിൽ ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. കാരണം ഞാനൊരു മിഷണറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ എൻ്റെ സ്പിരിച്വൽ കൺവിക്ഷനും അവരുടെ കൺവിക്ഷനും തമ്മിൽ കൂട്ടി യോജിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എനിക്ക് വേണ്ട പോലെ ഒത്തുപോകാൻ പറ്റിയില്ല. ആ ഒരു സമയം എനിക്ക് വളരെയേറെ എനിക്ക് ആത്മാവിൽ ബലപ്പെടാനായിട്ട് അത് വലിയ സഹായകമായി മാറ്റി. ആ ഒറ്റപ്പെടലിനെ മുതലെടുത്ത് ഞാൻ പിന്നീട് അതിനുശേഷം ഞങ്ങളുടെ ഡയോസിസിൽ നിന്ന് ഞങ്ങൾ 5 പേരാണ് ആ വർഷം സെമിനാരിയിൽ പഠിക്കാനായിട്ട് പോയത്. പക്ഷെ ഞാൻ ഒറ്റ വ്യക്തി മാത്രമേ ഓർഡിനേഷന് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 പേരും സാഹചര്യം വെച്ചാൽ അവർക്ക് ആ സമയത്ത് വേണ്ട പോലെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എൻ്റെ പട്ടത്വത്തിന് ഞാൻ അച്ഛനാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇൻവിറ്റേഷൻ നോട്ടീസുകളെല്ലാം തന്നു. അവർ കാര്യങ്ങളെല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു, എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ചില സാങ്കേതിക കാരണം കൊണ്ട് ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനി അറിയിച്ചു, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഓർഡിനേഷൻ മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു ഇടവകയിലാണ് പോയിരിക്കുന്നത്. അവിടെ ഞാൻ പോകുന്നതിന് തൊട്ട് തലയാഴ്ചയും ഒരു അച്ഛനാണ് അവിടെ കുർബാനയും കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് പോയത്. ഞാൻ ആ പാസനേജിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അച്ഛനും കൊച്ചമ്മയും മക്കളും അതുപോലെ അച്ഛൻ്റെ അമ്മയും അവരെല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു കുടുംബമായിരുന്നു ആ പാസനേജിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ എൻ്റെ സാഹചര്യം, എന്നെ ആർക്കും അച്ഛാന്ന് വിളിക്കണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഷർട്ടും പാൻറ്റും നടക്കുന്നത്. ഞാൻ ഓർഡിനേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ വേഷമാണ്. ഒന്ന്, ഓർഡിനേഷൻ കിട്ടിയിട്ടില്ല. രണ്ടാമത്, എനിക്ക് അച്ഛൻ്റെ ഔദ്യോഗിക ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുർബാന ചൊല്ലാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ഒരു ആത്മായൻ ശുശ്രൂഷ എങ്ങനെ നടത്തുന്നു അതുപോലെ നടത്താനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ഒരു, നിങ്ങളോട് പറയാലോ, ചമ്മൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ചമ്മല്. കാരണം എനിക്ക് അവരെന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ എനിക്ക് അതിന് റിപ്ലൈ പറയണോ, തിരിച്ച് എന്താ പ്രതികരിക്കണം എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരു അച്ഛനായിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ
പാസനേജിന്റെ അടുക്കളയിൽ കൂടെ പുറത്തിറങ്ങി വരും. വന്നിട്ട് അപ്പൊ പാസനേജ് റോഡിന്റെ സൈഡില, ബസ് സ്റ്റോപ്പിന് തൊട്ട് ഓപ്പോസിറ്റാ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആളുകളെല്ലാം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരെ പുറകുവശത്തൂടെ ഇറങ്ങി അടുക്കളയിലെ വാതിലെ കൂടെ ഇറങ്ങി വന്നിട്ട് ഫ്രണ്ടിലെ വാതിൽ, നിങ്ങൾക്ക് ഇന്നൊക്കെ അല്ലേ നമുക്കിപ്പോ പുറത്ത് നിന്നാൽ പൂട്ടിയാൽ അകത്തുനിന്ന് പൂട്ടിയാൽ അറിയത്തില്ല ആള് പുറത്തുണ്ടോ ഇല്ലയോ എന്ന്. പണ്ട് നമ്മളെ ഈ താഴിട്ട് പൂട്ടുമല്ലോ. അപ്പൊ അങ്ങനത്തെ വലിയൊരു കുറ്റിയും കൊളുത്തും ഒക്കെയാ. അപ്പൊ അങ്ങനെ ഇട്ടുവെച്ച വലിയ ഗോദ്രേജിന്റെ ഒരു ഒരു ഗോൾഡൻ കളർ ചെമ്പ് കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ആ താക്കോല അതിട്ട് പൂട്ടിയിട്ട് അപ്പൊ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് വികാർ ഔട്ട് ഇൻ എന്ന് എഴുതി വെക്കുമല്ലോ, ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ. ആ വികാർ ഔട്ട് ഇൻ എന്നുള്ളത് അത് ഞാൻ ഔട്ട് എന്നാക്കിയിട്ടേച്ച് ഞാൻ പുറകെ കൂടെ ചെന്ന് അടുക്കളയിൽ കൂടെ അകത്ത് കയറും. എന്നിട്ട് അപ്പം വിസിറ്റേഴ്സ് ഒന്നും വരത്തില്ല. ആ പകല് ഫുള്ളിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. അന്ന് ഞാൻ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ കട്ടിലിനോട് ചേർന്ന് പോയി നിൽക്കും. നിന്നിട്ട് മുട്ട് കുത്തി ഒരു ചെറിയൊരു കാർപ്പറ്റ് തറയെ വിരിച്ചിടും. എന്നിട്ട് അവിടെ മുട്ട് കുത്തിയിട്ട് കൈ ഇങ്ങനെ ഉയർത്തി മണിക്കൂറുകൾ നിൽക്കുമായിരുന്നു. ആ കാർപ്പറ്റ് മുട്ടുകുത്തി മുട്ട അനക്കത്തില്ല, നേരെ മുട്ടുകുത്തി കരങ്ങളെ ഉയർത്തി മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു 3 മാസം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മുതലെടുക്കാൻ പറ്റും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്. നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, അത് നിങ്ങളുടെ എനർജി ടൈമാ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോണൊക്കെ മണിക്കൂറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് പവർ ഇല്ലാതാകും. അപ്പൊ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യാൻ കുത്തിയിടും. ചിലരെയൊക്കെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ അവരെന്താ പറയുന്നത്? അതെ, ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് കോൾ എടുത്തൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ ഒരു കോളും അറ്റൻഡ് ചെയ്യാത്ത, ഒന്നിനും റെസ്പോണ്ട് ചെയ്യാത്ത ചില ചാർജിങ് ടൈം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്ന പോലെ വരുമ്പോൾ, എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ, ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ വീക്ക്നെസ്, ഓൾ യുവർ പെയിൻ, ഓൾ യുവർ ഫെയിലിയേഴ്സ്, ഓൾ യുവർ ലോൺലിനെസ്. നിങ്ങളെ ആളുകൾ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾ മാറി നിൽക്കപ്പെടുമ്പോൾ, നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നിങ്ങളുടെ മുറിവുകളെ മുതലെടുക്കാനായിട്ട് പഠിച്ചേ. നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ എന്തുമാകട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അടുത്ത് എന്ന് നിങ്ങൾക്കറിയില്ല. യെസ്, ആ സാഹചര്യങ്ങളെ മുതലെടുത്തേ. ആളുകൾ നിങ്ങളെ കുറ്റം പറയുന്നു, ആ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആളുകൾ കുറ്റം പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. നമ്മൾ ആ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെ, അവോയ്ഡ് ചെയ്തു. നീ അവോയ്ഡ് ചെയ്യാനായിട്ട് തന്നെ ആ സാഹചര്യം ഉണ്ടായത്. ദൈവസന്നിധിയിലേക്ക് ഇരുന്നോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ ഞാൻ വായിച്ചപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാം, അതിലേക്ക് വരാം. അപ്പൊ എന്നാൽ നമുക്ക് തുടങ്ങിയേക്കാം. ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തിൽ തന്നെ തുടങ്ങിയേക്കാം. ഞാൻ എന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഷെയർ ചെയ്തത് നിങ്ങളോട്. എനിക്കിതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ജീവിതത്തില് ഒറ്റപ്പെടുത്തപ്പെട്ട അവസരങ്ങളാണ്. ഇവിടെ നമ്മുടെ ചർച്ചിനകത്ത് നിറഞ്ഞു കവിഞ്ഞ്, ഹോളിനകത്ത് നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിന്ന ഒരു വലിയ ഹോളായിരുന്നു. അതിനകത്ത് നിറഞ്ഞു കവിഞ്ഞ് നിന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്നാൽ ഒരു സമയത്ത് വന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, കുറച്ച് ആളുകളൊക്കെ ചർച്ചിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ട് കേട്ടോ, മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല, ജോലിയുടെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചർച്ചിൽ നിന്ന് ആളുകൾ അപ്പോഴും ഞാൻ ആ സമയത്ത് ടേക്ക് അഡ്വാൻറ്റേജ്. എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആ സമയം എടുത്ത് ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആരുടെ ഫോൺ കോൾ വരുന്നില്ല, വിളിയില്ല, സൂപ്പർ ടൈം. ഞാൻ ബൈബിൾ തുറക്കും വായിക്കും. എനിക്ക് പണ്ട് ഞാൻ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച പോലെ ഇപ്പൊ ഞാൻ ബൈബിളിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിക്കാൻ തുടങ്ങി, ദൈവവചനം വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ 2 വർഷങ്ങളുണ്ടല്ലോ, 2-3 വർഷങ്ങൾ എന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിമറിച്ച് ഇന്ന് അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് എന്റെ അകത്തുണ്ടല്ലോ വചനം നിറഞ്ഞിരിക്കുക. എനിക്കറിയാം ഇന്ന് അതിന്റെ പല മടങ്ങ് ജനത്തോട് സുവിശേഷം പറയാനായിട്ട്, ജനത്തോട് ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് ദിവസങ്ങൾ അവസരം തന്നിരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ, ഒരുപക്ഷെ ശുശ്രൂഷകന്മാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ആള് കുറഞ്ഞോ, ചർച്ചിൽ ആള് കുറഞ്ഞോ, ബ്യൂട്ടിഫുൾ ടൈമാ. ഒറ്റയ്ക്ക് മുട്ടുകുത്തിയിരിക്കുകയാണ് സമയം അത്.
മാറി നിൽക്കട്ടെ. കാരണം എന്താണെന്ന് പറയും, ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താ കാര്യം? അപ്പോ ഹല്ലേലൂയ, നിന്നെ ആത്മാവിൽ എൻറിച്ച് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം അതങ്ങ് മുതലെടുത്തോ. പിന്നത്തതിൽ ഇരിക്കാൻ സമയമില്ലാത്ത പോലെ ശുശ്രൂഷയുടെ സമയം വരുന്നുണ്ട്. ഇപ്പോഴത്തെ റെസ്റ്റ് എടുക്കുന്ന സമയം ആസ്വദിച്ചോ. കാരണം ഹല്ലേലൂയ, ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ ലോക രാജ്യങ്ങളെ തൊടുന്ന സീസണിലേക്ക് കർത്താവ് നടത്തുക. അപ്പൊ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ, ആ വേദനകളെ, വിഷമങ്ങളെ എല്ലാം എഴുതി വെച്ചോ, എല്ലാം എഴുതി വെച്ചോ. പിന്നത്തതിൽ ഇതെല്ലാം വലിയ സാക്ഷ്യങ്ങളാ, പിന്നത്തതിൽ ഇതെല്ലാം വലിയ സാക്ഷ്യങ്ങളാ, വലിയ സാക്ഷ്യങ്ങളാ. നീ എഴുതുന്ന പുസ്തകത്തില് നീ ഇറക്കുന്ന നിന്റെ ജീവചരിത്രം സിനിമയായിട്ട് പുറത്തിറക്കുമ്പോ, അത് ലോക രാജ്യങ്ങൾ വായിക്കുമ്പോ, ഹല്ലേലൂയ, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടേ, അതിനകത്ത് അത്ഭുതങ്ങളൊക്കെ വേണ്ടേ, ഇതെല്ലാം എടുത്തു വെച്ചോ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളെയും, ഓരോ അവസരങ്ങളെയും, ഹല്ലേലൂയ, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ വായിക്കാം. 7, 8, 9. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനു എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനു ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനു ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഒന്നുകൂടെ ഒന്ന് വായിക്കാം ബ്രദറെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനു എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിനു ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനു ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ആമേൻ. അവിടെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ വീണു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ഒരു ദൂതൻ, സാത്താന്റെ ദൂതനുണ്ട്. അതിന്റെ കാരണം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ഈ ദൂതനെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ദൂതന്മാര്, ഈ ദൂതന്റെ പണി എന്നാണെന്നറിയോ? ദൂതന്റെ പണി വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നമ്മൾ വീണു പോകാതിരിക്കാനായിട്ട് ദൂതൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. ഈ സാത്താന്റെ ദൂതന്റെ പണി ഏതാ? സാത്താന്റെ ദൂതനാണ് അഭിഷിക്തന്മാരെ വീഴാതെ നിർത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പോക്കോ. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ആധിക്യത്താൽ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ വീഴാതിരിക്കാൻ കാരണം ദൈവകൃപയാ. നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്ക് ലോകത്ത് പലരെ കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? വലിയ ശുശ്രൂഷയായിരുന്നു. ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായപ്പോ അവര് പറഞ്ഞത്, ഞാൻ ഇത്രയും വിശ്വസ്തയോടെ ദൈവവേല ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ മാത്രം എന്താ പ്രശ്നം? ആ പേരും പറഞ്ഞ് കർത്താവിന്റെ വേല ഇട്ടേച്ചു പോയവർ എനിക്കറിയാം. വിഷവും വേദനയും കൊണ്ട് ജീവിതത്തിൽ വന്ന് പ്രയാസങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാം, അവര് ഇതെല്ലാം ഇട്ടേച്ചു പോയവർ എനിക്കറിയാം. അപ്പോ ഒരാൾക്ക് ജീവിതത്തിൽ പ്രതികൂലം വരുന്നത് കൊണ്ടല്ല ഒരാൾ നിൽക്കുന്നത്. അവൻ വീഴാതിരിക്കാൻ സാത്താന ദൂതനുള്ളത് കൊണ്ടും അല്ല അവൻ നിൽക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം പറയാം. പൗലോസ് പറഞ്ഞതിനെ നിങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കണം. പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, പൗലോസെ, നീ വീഴാതിരിക്കുന്നത് സാത്താന്റെ ദൂതൻ കാരണമല്ല, വീഴാതിരിക്കാനുള്ള കൃപ ഞാൻ നിന്റെ അടുത്ത് തന്നിട്ടുണ്ട്. കാരണം
ഇതാരാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ആ വാക്യം ഒന്ന് നല്ലപോലെ വായിച്ചേ ബ്രദറെ. ആ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇത് പുള്ളിയുടെ ഇത് പൗലോസിന്റെ സ്വന്തം ഡയലോഗാ. ഇത് പൗലോസ് പറയുക, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാന്ന്, ഞാൻ നിഗളിച്ചു പോകാതെ ദൂതനെ തന്നിരിക്കാന്ന്. ഇത് പൗലോസിനോട് ദൈവം പറഞ്ഞൊന്നുമല്ല. ഇത് പൗലോസിനോട് ദൈവം പറഞ്ഞല്ല, പൗലോസിന്റെ സ്വന്തം ഐഡിയയാ. ഞാൻ വീണു പോകാതെ ഇരിക്കാൻ. ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആളുടെ പേരും നാളും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒരാൾ എന്നോട് പറഞ്ഞ കാര്യ, അച്ഛാ ഇടയായിട്ട് രോഗവും പ്രശ്നങ്ങളും ഒന്നുമില്ല, കർത്താവ് എന്നെ മറന്നുപോയെന്നാ തോന്നുന്നത്. കർത്താവ് എന്നെ സ്നേഹിക്കുമ്പോഴല്ല എനിക്ക് രോഗവും ദാരിദ്ര്യവും തരാറുണ്ടായിരുന്നു. ഈയിടെയായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കർത്താവ് എന്നെ മറന്നുപോയെന്നത്. ഏത് തിയോളജിയാ അപ്പ ഇത്? കർത്താവ് സ്നേഹിക്കുന്നവനെ എന്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നൊരു സ്ഥലത്ത് റോമർ 8:28 എഴുതി വെച്ചപ്പോ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് താൻ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന് ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനത്തെ നന്മ ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടും പ്രയാസവും പട്ടിണിയല്ല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവകൃപയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ കർത്താവിനെ ഇട്ടേച്ചു പോകും. അപ്പൊ നീ നിൽക്കുന്നത് സാത്താന്റെ ദൂതൻ എങ്ങനെ നിന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ല, വെളിപ്പാടിന്റെ ആധിക്യത്താ നീ നിൽക്കുന്നത്. നീ നിൽക്കുന്നത് എങ്ങനെയാണ്? പൗലോസ് തന്നെ പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം. 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ഞാൻ നിൽക്കുന്നതുണ്ടല്ലോ സാത്താന്റെ ദൂരം കുത്തുന്നതുകൊണ്ടല്ല, എന്റെ അകത്തൊരു കൃപയുണ്ട്. ആ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ദൈവത്തോർത്ത് നിങ്ങൾ മനസ്സിലാക്കണം, വെളിപ്പാടുകൾ ആദിക്കുക. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പാടുള്ളവർക്കെല്ലാം പേടിയാ. കാരണം ഈ ശൂലമായിട്ട് മറ്റേ പുള്ളി പുറകെ വരുമെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? പുള്ളി പ്രാർത്ഥിച്ചാണ്, കർത്താവ് എനിക്ക് സമ്പത്ത് കൂടിയിട്ട് നിന്നെ തള്ളിപ്പറയാതെയും സമ്പത്തില്ലാതിട്ട് മോഷ്ടിക്കാനും ഇടയാകാതിരിക്കേണ്ടതിന് എനിക്ക് അന്നുള്ള സ്വത്ത് തരണമെന്ന്. ഈ പ്രാർത്ഥിച്ച പുള്ളിയുടെ സ്വത്തുണ്ടല്ലോ, ലോകത്തൊരു മനുഷ്യനും ഇല്ലാത്ത പോലെ സ്വത്തായിരുന്നു. എന്നിട്ട് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നടക്കാം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചവന്റെ മകന്റെ കാലത്ത് വെള്ളിക്കും സ്വർണത്തിനൊന്നും വിലയില്ലായിരുന്നു, അത്ര സമ്പന്നനായിരുന്നു ആ പുള്ളി. എന്നിട്ട് ഇവിടെ അത്താഴപ്പട്ടികകാലം പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഒത്തിരി സ്വത്തൊന്നും വേണ്ട, നിന്നെ വിട്ട് തള്ളി പറയുമെന്ന്. ഇതെവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ ഒരു വാക്യം വായിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, അത് ഏത് ഘട്ടത്തിലാന്ന്. ദാവീദിന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാന്ന്, കാരണം ദാവീദിന്റെ സാഹചര്യം അതാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രോഗവും ശാപവും ദാരിദ്ര്യവും നിന്നെ കുത്താനായിട്ട് ദൈവം തന്ന ദൂതനൊന്നുമല്ല. അത് നീ ദൈവത്തെ കുറിച്ച് ശരിക്കും അറിവില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം വരുന്നത്. പിശാചിനോട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവില്ലാത്തതുകൊണ്ടാ. നീ പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുക. എന്റെ വീട്ടിൽ രോഗം കയറി പോകരുത്, എന്റെ വീട്ടിനകത്ത് ദാരിദ്ര്യം കയറി പോകരുത്, എന്റെ കുടുംബത്തിനകത്ത് രോഗശാപം കയറി പോകരുത്. ആമേൻ. അവിടെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയ ഒരു കർത്താവ് എനിക്കുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കയറിപ്പോകരുത് പിശാച്. എനിക്കൊരു സംശയം. എന്താ സംശയം എന്നറിയോ? എനിക്കൊരു സംശയം, ഭയങ്കര സംശയം കേട്ടോ. നിങ്ങൾ അതിന് എന്തെങ്കിലും ആൻസർ ഉണ്ടെ പറഞ്ഞു തരണം. ഈ പൗലോസിനെ കണ്ടപ്പോൾ ചിലരുടെ ഊത്തുന്നൊക്കെ പിശാച് ഓടിപ്പോയെന്നാ പറഞ്ഞേ. പൗലോസിന് ഉത്തിരവ് റൂമാലും കൊണ്ടിട്ടപ്പോ പിശാച് ഓടിപ്പോയി. പൗലോസ് ഒരുത്തരെ വലിയ ഉദ്യോഗസ്ഥനെ നോക്കി സാത്താനെ എന്ന് വിളിച്ചപ്പോ അവന്റെ കണ്ണു മങ്ങിപ്പോയി, 2 കണ്ണും പൊട്ടിപ്പോയി, അവന്റെ കണ്ണ് അന്ധനായി പോയി. ഒരു സ്ത്രീ പുറകെ നിന്ന് വലിയ നാട്ടിലെ വലിയ ആളായിരുന്നു, ഒറ്റ വാക്ക് പറഞ്ഞ അവളുടെ ഭൂതം വിട്ടുപോയി, പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് പൗലോസിനെ ശീലാസിനെ. ഞാൻ ചോദിക്കട്ടെ, ഇവനൊരു വാക്ക് പറഞ്ഞപ്പോ മറ്റുള്ളവരുടെ പിശാച് ഓടിപ്പോയി, എന്നിട്ട് പിശാച് ഇവനെ കുത്താൻ വരും, ഇവന്റെ അഭിഷേകം അവിടെ പോയി, ഇവനെ സാത്താൻ കുത്താൻ നടക്കാന്ന്. എന്റെ പൊന്ന് പ്രിയപ്പെട്ടവർ, എനിക്കിതൊന്ന് പറഞ്ഞതാ. ഇത് കുത്താൻ വരുന്ന സാത്താൻ എങ്ങനെയാ പൗലോസിനെ കുത്താൻ വരുന്നത്? ഈ പൗലോസിനെ കാണുമ്പോൾ പിശാച് ഓടിപ്പോന്ന് ബൈബിളിൽ എഴുതിയിരിക്കുക. അവന്റെ കർച്ചീഫ് കണ്ട വേറെ
ും മുഖമൊക്കെ തുടച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ മുഖത്ത് ഈ തൈരും ചോറും എല്ലാം ഇതിങ്ങനെ തൂത്ത് തുടച്ച് ആ കർച്ചിഫ് കൊണ്ട് ഭൂതളയിൽ പോവാ. അവനെ പിശാച് കുത്തിയെന്ന്. ആരോടെ കഥ പറയുന്നേ? നിങ്ങൾ ആരോടെ കഥ പറയുന്നേ? ഞാൻ ചോദിക്കട്ടെ, പൗലോസ് പറയുക ശൂലം ഉണ്ടെന്ന്, പക്ഷെ എന്റെ കർത്താവ് പറയുക, മോനെ എടാ നീ നിൽക്കുന്നത് പിശാച് കുത്തുന്നത് കൊണ്ടല്ല, എന്റെ കൃപ നിന്റെ അകത്തുള്ളത് കൊണ്ടാ നീ വെളിപ്പാടുണ്ടായിട്ടും നീ വീണു പോകാതെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ വചനത്തെ ശരിയാവണ്ണം എന്ന് മനസ്സിലാക്കാമോ? നിങ്ങൾ വീഴാതിരിക്കുന്നത് കൃപയാ, നിങ്ങൾ തകരാതിരിക്കുന്നത് കൃപയാ, നിങ്ങൾ നശിക്കാതിരിക്കുന്നത് കൃപയാ. ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ. നിങ്ങൾ ഗലാത്യ ലേഖനം 5 എടുത്തു വായിക്കണം. ആത്മാവിന്റെ ഫലമോ സൗമ്യത, ഇന്ദ്രിയ ജയം. ഞാൻ പറയട്ടെ, ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ. പൗലോസ് വീഴാതിരുന്നത് കുത്തുന്ന സാത്താനുള്ളത് കൊണ്ടല്ല, ആത്മാവിന്റെ ഫലമാകുന്ന ഇന്ദ്രിയ ജയം അവന്റെ അകത്തുണ്ടായിരുന്നുകൊണ്ടാ, ആത്മാവിന്റെ ഫലമാകുന്ന സൗമ്യത അവന്റെ അകത്തുണ്ടായിരുന്നുകൊണ്ടാണ് വീണു പോകാതിരുന്നേ. നീ വീഴത്തില്ല. ബിക്കോസ് ഹല്ലേലൂയ, സാത്താന ദൂതൻ നിന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ കുത്തി അയ്യോ പേടിച്ച് ഞാൻ കർത്താവിനെ വിട്ടുമാറത്തില്ല, വിട്ടുമാറിക്കഴിഞ്ഞാൽ ഈ കുത്തു പ്രശ്നം. ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ലെന്ന് ബൈബിളുണ്ടോ? ഒരു ബാധയിൽ നിന്ന് കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് ബൈബിളുണ്ടോ? നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന് ബൈബിളുണ്ടോ? ഈ പുള്ളിക്കാരൻ തന്നെയാണ് പറഞ്ഞത്, ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞത്. കൊലോസ്യർ 2:15 വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് പിന്നെ എവിടുന്നാണ് ഈ സാത്താന്റെ കയ്യിൽ ഈ ശൂലം? എല്ലാ ആയുധവും താഴെ വെച്ചില്ലേ, പിന്നെ എവിടുന്നാണ് അവന്റെ കയ്യിൽ ആയുധം? ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ അകത്തുള്ള കൃപയും നിന്റെ അകത്തുള്ള അഭിഷേകവും നിന്റെ അകത്തുള്ള ദൈവകൃപയും നിന്റെ അകത്തുള്ള ദൈവശക്തിയും കമ്പയർ ചെയ്ത പിശാചിന് നിന്റെ അടുത്ത് പോലും വരാൻ പേടി. അപ്പോഴാണ് പിന്നെ നിന്നെ കുത്തുന്നത്. നിന്റെ പേര് പറഞ്ഞ അവനോടും. പിശാചേ, ഒരിക്കൽ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ കേൾക്കണം. ഇവിടെ ആരെങ്കിലും കേൾക്കാത്തവരുടെ നല്ലപോലെ 2 ചെവിയും തുറന്ന് കേട്ടോണം. പിശാച് ഒരിക്കൽ പറയാണ്, പൗലോസിനെ എനിക്കറിയാം. സ്തേവായുടെ പിള്ളേരുടെ അടുത്ത് പറയാ, പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ അറിയാം. പിശാച് പറയാ. അപ്പൊ പിശാചിന്റെ അവരുടെ മണ്ഡലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു പൗലോസിന്റെ പേര്. അവൻ വന്ന് കുത്തിയത് പൗലോസിന്. ആരോടെ കഥ പറയുന്നത്? നിങ്ങൾ ആരോടെ കഥ പറയുന്നത്? ഞാൻ പറയട്ടെ, തിരിച്ചറിയണം, നീ നിൽക്കുന്നത് പിശാച് നിന്നെ കുത്തുന്നത് കൊണ്ടല്ല. യു ആർ അനോയിന്റഡ്. പിശാചിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്റെ വെളിപ്പാടുകളുടെ ആധിക്യമെന്നല്ല. നീ ശുശ്രൂഷയിൽ എത്രമാത്രം വളർന്നാലും നീ നിഗളിച്ചു പോകാതിരിക്കുന്നത്, നീ വീണു പോകാതിരിക്കുന്നത്, നിന്നെ കുത്താനായിട്ട് പിശാചിനൊന്നും അഡ്വാൻസിന് എടുക്കേണ്ട കാര്യം എന്റെ കർത്താവിനില്ല. അങ്ങനത്തെ ഗതികെട്ട കർത്താവല്ല എന്റെ കർത്താവ്. ആമേൻ. എന്നെ വീഴാതെ വണ്ണം നിൽക്കുവാൻ, അവസാനം വരെ നിൽക്കുവാൻ, അതേ വചനത്തിന് ഞാൻ വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ അവസാനം വരെ നിർത്തുവാൻ എന്റെ ദൈവശക്തനാ. പിന്നെന്തിനാണ് പിശാചിന്റെ ദൂതനെ കർത്താവ് അനുവദിച്ചാൽ എന്നെ വീഴാതെ സൂക്ഷിക്കുന്നത്? എവിടുന്നാ ഇത് കിട്ടിയത്? ഞാൻ വീഴാതെ വണ്ണം. അത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല, തെസ്സലോനിക്ക ലേഖനത്തില്. ആമേൻ. വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ അവസാനത്തോളം നമ്മളെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ വീഴാതെ വണ്ണം നിർത്തുന്ന ഒരു കർത്താവ് നമുക്കുള്ളപ്പോ പിശാചിൽ നിന്ന് വാടകയ്ക്ക് എടുക്കേണ്ട കാര്യം എന്റെ കർത്താവിനില്ല. ആമേൻ. എന്റെ കർത്താവിനില്ല. അതായത് ആരാണ്ട് ചെയ്ത പോലെ പിള്ളേർ പറഞ്ഞിട്ട് അനുസരിച്ചില്ല, അപ്പൊ തന്നെ ആർക്കാ വാടക തല്ലുകാർക്ക് കാശ് കൊടുത്തിട്ട്, എടാ എന്റെ മോൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നത്, അവന്റെ കാലുവെല്ലാം ഒടിച്ചിട്ടെന്ന് പറയുന്ന പോലെ എന്തുവാ പറയുന്നത്? അങ്ങനത്തെ അപ്പനല്ല എന്റെ കർത്താവ്. ഹല്ലേലൂയ. വീഴാതെ കൊണ്ട് നമ്മുടെ മഹിമാസന്നിധി, ഞാൻ വാക്യം ഒന്ന് അപ്പൊ വീഴാതെ കൊണ്ട് മഹിമാസന്നിധിയിൽ അന്ത്യത്തോളം നിർത്താനായിട്ട് എന്റെ ദൈവം എനിക്ക് കഴിവുള്ളവനായി. ഹല്ലേലൂയ. എന്റെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമായിട്ട് എനിക്ക് വേണ്ടി ഉള്ളപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്റെ കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. എന്റെ കർത്താവിന് അങ്ങനൊരു വാടക ഗുണ്ടയുടെ ആവശ്യം എന്റെ കർത്താവിനില്ല. വായിച്ചോ വാക്യം. 1:24 വായിച്ചോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഒന്നുകൂടെ റെഫറൻസ് ഒന്ന് പറഞ്ഞേ ബ്രദറെ. യൂദ 1:24 വായിച്ചു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പോ അങ്ങനെ എന്റെ കർത്താവ് ശക്തിയുള്ളപ്പോ പിന്നെ കുത്താനായിട്ട് പിശാചിന് എവിടുന്ന? ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ,
ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറകെ പോരും. നിങ്ങൾ ആ വാക്യം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. ഇല്ല, നീ വെളിപ്പാടല്ല, നിന്റെ ശുശ്രൂഷയിൽ എത്ര വലിയ ദൈവപ്രവൃത്തി നടന്നാലും നീ വീഴത്തില്ല. കാരണം നീ വീഴാതെ വന്ന മഹിമാസന്നിധിയിൽ അന്ത്യത്തോളം നിർത്തുവാൻ എന്റെ ദൈവം ശക്തനാ. അവന് വാടകയ്ക്ക് ഒരുത്തിനെ എടുത്ത് നിന്റെ കൈയും കാലും ഓടിച്ച് നേരെ ആക്കേണ്ട കാര്യം എന്റെ കർത്താവിന് അങ്ങനത്തെ ഗതികേടില്ല. ഇല്ല. ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളെ കണ്ട് തളർന്നു പോകാതെ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ, ആ രോഗത്തിന്റെ നടുവിൽ, ആ ഭാരത്തിന്റെ നടുവിൽ നിന്റെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ് നീ തല ഉയർത്തി നട്ടല് ആമേൻ ഹല്ലേലൂയ ആമേൻ നേരെയാക്കി നെഞ്ചു വിരിച്ചങ്ങ് നിന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ പറയാം, നീ യേശുവിന്റെ നാമം പോലും പറയണ്ട, നിന്നെ നിപ്പ് കണ്ട അഭിഷാജ് ഓടിപ്പോവും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിലെ ബോധ്യമുണ്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആമേൻ, കുറെ ഗ്രീക്കും ഹീബ്രുവും എവിടുന്നൊക്കെയോ കുറെ 10 ഡിക്ഷണറിയിൽ നിന്ന് വായിച്ചുകൊണ്ട് വരുന്ന പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ തലയിട്ടതെല്ലാം പോകരുത്. അത് കേട്ട് ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോഴേ അറിയാം, അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കേൾക്കുമ്പോഴേ അറിയാം വേറെന്തോ കേട്ടിട്ട് തലയ്ക്കകത്ത് കയറിയിരിക്കാന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ നിലവിളിക്കാതെ ദൈവസന്നിധിയില് ആ മക്കളാന്ന് ബോധ്യത്തോടെ നിൽക്കുക. ഇത് കർത്താവ് മറ്റേ ഈ മെഷർമെന്റ് കപ്പുമായിട്ട് നിൽക്കുക. ആ കരഞ്ഞോ 10 മില്ലിയായി, ഇനി 250 മില്ലി ആകുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി. ആ കരഞ്ഞോ. അപ്പൊ രാവിലെ ആകുമ്പോൾ കർത്താവ് കപ്പെടുത്ത് നോക്കും, കണ്ണുനീരില് തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുമെന്ന്. എനിക്കറിയത്തില്ല സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു തുരുത്തി ഉണ്ടെന്ന്. നമ്മുടെ കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ദൈവം. എന്റെ കർത്താവെ, എത്ര അപ്പന്മാരാണ് ഉള്ളത് മക്കളുടെ കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് രാവിലത്തെ ഭക്ഷണത്തിന് അളവ് നോക്കി കൊടുക്കുന്നവര്, അവന്റെ കരച്ചിലനുസരിച്ച് ഭക്ഷണത്തിന് അളവ് കൊടുക്കുന്ന എത്ര അപ്പന്മാരുണ്ട്. ചിലര് പറയുന്ന വാക്ക് കേട്ടോ, കണ്ണുനീരിനെ മറികടക്കാത്ത. എവിടുന്ന് കിട്ടിയതേ വാക്യം? ഞാൻ ചോദിക്കട്ടെ, ബൈബിള് വ്യക്തമായിട്ട് പറയുന്നു, ഉപവാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥന കൂടാതെ ദൈവത്തെ ഒരാളത്തും പറഞ്ഞിട്ടില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നീ 21 51 120 ഉപവസിച്ചാലും വിശ്വാസമില്ലെങ്കിൽ എന്താ പ്രയോജനം? നീ മുട്ടുകുത്തിയല്ല, മുട്ടും കയ്യും കാലും എല്ലാം കൂടെ കുത്തിയിട്ടാണ് രാവിലെ മുതലല്ല രാത്രിയും പകലും എല്ലാം കൂടെ അവിടെ ചുട്ടുപൊള്ളുന്ന പാറപ്പുറത്തൊന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിൽ എന്താ പ്രയോജനം? വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. അയ്യോ, കണ്ണുനീരിനെ മറികടക്കത്തില്ല ദൈവം. എനിക്കറിയത്തില്ല. കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുക. എനിക്കറിയത്തില്ല ആ തുരുത്തി ഏത് തുരുത്തിയാണ്. നമ്മുടെ അവിടെ കണ്ടൊരു തുരുത്തിയുണ്ട്, ആ സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, കർത്താവ് ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീരിന്റെ അളവ് നോക്കിയല്ല നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചത് പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. കരയാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്, സാഹചര്യങ്ങൾ നോക്കി അധികാരത്തോടെ കൽപ്പിക്കാനായിട്ട്. ആമേൻ. കർത്താവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു കൊടുത്തു, മോനെ, ഈ അത്തിയെ നോക്കി വേരോടെ പിഴുത് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് ആരാ വിശ്വസിച്ചുകൊണ്ട് ഒരുത്തൻ പറഞ്ഞ? മലയോട് നോക്കി ഇളകി പറഞ്ഞ് അവിടെ പോയി വീഴാൻ പറഞ്ഞ വീഴുമെന്ന്. ഇത് എന്റെ പൊണ്ണിവിടെ ഇത് കർത്താവ് പറഞ്ഞ വാക്കാന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആധികാരിക റൈറ്റുകളോട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. ബൈബിൾ ഇല്ലാത്ത വാക്യം പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഈ പരീക്ഷ ജയിക്കാനായിട്ട് എഞ്ചിനീയറിംഗ് MBBS ഒക്കെ പഠിക്കുന്നവർ എന്ത് ചെയ്യും? പുസ്തകത്തിലുള്ള അതുപോലെ കോപ്പി അടിക്കും, അല്ലേ? എല്ലാരും ഇറങ്ങിപ്പോയോ? കണ്ണുനീരിനെ മറികടക്കാത്തവര് ചിലരൊക്കെ ആരും മറികടന്ന് പോയതോട് തോന്നുന്നു. ഇല്ലല്ല, ആരും മറികടന്ന് പോയിട്ടില്ല, അല്ലേ? ഇല്ല, ഓക്കെ. അതായത് ഈ ടെക്സ്റ്റ് ബുക്കും കാണാതിരുന്ന് പഠിക്കുന്ന എന്തിനാ? പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ടാ. പക്ഷേ നല്ല ഡോക്ടർ ആരാ? ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ പറഞ്ഞു കേൾപ്പിക്കുന്ന ആളാണോ നല്ല ഡോക്ടർ?
പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ ഡോക്ടർ? ഡോക്ടറുടെ വാക്ക് തന്നെ എന്താ പറയുക, അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പ്രാക്ടീസ്, പഠിച്ചതിനെ പ്രാക്ടീസ് ചെയ്യുന്നവന് വരെ ഡോക്ടർ. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നവന് ഇപ്പോഴും വിദ്യാർത്ഥിയാ. ചിലർ ഇന്നും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവരിങ്ങനെ കരയും, രാവിലെ എഴുന്നിട്ട് കരയും, 10 മിനിറ്റ് കരയും, ഉച്ചയ്ക്കും 10 മിനിറ്റ് കരയും, വൈകിട്ടും 10 മിനിറ്റ് കരയും. എന്നിട്ട് പറയും ഞാൻ 15 മിനിറ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്ന സാക്ഷ്യം കേൾക്കണം, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ മോനെ ഗൾഫിൽ കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്ത്? കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾ കരയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കരഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവിന് നിങ്ങളുടെ കരച്ചിലൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ കരഞ്ഞാലും കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അയ്യോ പാവല്ലേ, വോട്ടെന്നോർത്ത് തരും. കാരണം കർത്താവ് മനസ്സിലേ ഉള്ളവനാ. പക്ഷേ നീ വിശ്വാസത്തോടെ അവിടെ നിന്നിട്ട് പറയാ, കർത്താവേ നീ പറഞ്ഞതാ, നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ സംഭവിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും, എനിക്ക് ഏറ്റവും നല്ല മാതൃക യേശു അപ്പായ. വേറൊരു മാതൃകയില്ല. യേശു എഴുതിയിരിക്കുന്നു 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 എന്ന് പറഞ്ഞ ആരുടെ മുമ്പിൽ വെച്ചാ? അതുകൊണ്ട് എല്ലാവരും ആനങ്ങുന്നില്ല. ചിലരൊക്കെ ആളെ താടിയും കൈ കൊടുത്ത്, അച്ഛ ഇതെന്ത് വെച്ചാ പറയുന്നത്, ഞാൻ അപ്പൊ കരഞ്ഞതല്ല വേസ്റ്റ് ആയോ എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു. കരഞ്ഞോ, കുഴപ്പമില്ല, നാളെ രാവിലെയും കരഞ്ഞു, ഇന്നലെ കരഞ്ഞു, വൈകിട്ട് കരഞ്ഞവര് രാവിലെയും കരയാതിരുന്നിട്ട് പിന്നെ അതുകൊണ്ട് മനസമാധാനം പോകണ്ട. രാവിലെ നിങ്ങൾ കരഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. കരഞ്ഞ് ജോലിക്ക് പോയി പരിചയമുള്ളവർ നാളെ കരയാതെ പോയിട്ട് പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഞാൻ കരയാതെ പോയി. ഈ കർത്താവായ യേശു ക്രിസ്തു പിശാചിന് മുമ്പിൽ വന്നു, പ്രതികൂലം മുമ്പിൽ വന്നപ്പോ ബൈബിൾ എടുത്ത് വായിക്കുക, ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശയ്യാവ് എന്ത് പറയുന്നു? പത്രോസേ ബൈബിൾ എടുത്തരാ മോനെ. ആവർത്തന പുസ്തകത്തിൽ ഈ ഒരു പുസ്തകം വായിച്ചില്ല, ഒറ്റ വാക്ക് പോണാന്ന് പറഞ്ഞു പിശാച് പോയി. ഞാൻ പറയട്ടെ, പ്രാക്ടീസ് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ്. നീ ദൈവവചനം നിന്റെ അകത്ത് കിടക്കുന്നില്ല, പ്രാക്ടീസ് ഇറ്റ്, പ്രാക്ടീസ്. എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. പുതിയ ഭാഷകളിൽ സംസാരിക്കും. പറഞ്ഞേ, കൽപ്പിച്ചേ, പ്രാക്ടീസ് ഇറ്റ്. ഇത് പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കാൻ വേണ്ടി ഇപ്പോഴിങ്ങനെ മനപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുക. 1 1 2 2 2 3 പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ 4 4 8 ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതങ്ങ് നിർത്ത്. എന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോ യഹോവേ എനിക്ക് മുട്ടുകാലോ പച്ച ഈ പച്ചയായ ഉൾപ്പുറങ്ങൾ കിടക്കുന്നെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഇല്ല. താനും മുട്ടില്ലെന്ന് പറഞ്ഞ് മുട്ടേ ഉള്ളൂ. എന്നിട്ട് എല്ലാ ദിവസവും ആയിട്ട് പറയുന്നുണ്ട് മുട്ടില്ലെന്ന്. ഈ ചുമ്മാ ഈ ജൽപ്പനം ചെയ്യുന്ന പരിപാടി നിർത്തി പ്രാക്ടീസ് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ്. ഹല്ലേലൂയ, പ്രാക്ടീസ് ഇറ്റ്. നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് എക്സസൈസ് ചെയ്തേ. നമ്മള് പലപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മളിപ്പോ ഇന്നത്തെ ഒരു പരിപാടിയുണ്ട്. ഇന്നിപ്പോ മീറ്റിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നറിയാവോ? ജെന്റിൽ റിമൈൻഡർ. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ ആരും ഇല്ലായിരിക്കും അല്ലെ? ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒരു ജെന്റിൽ റിമൈൻഡർ ഇടും. ചിലർ രാവിലെ എഴുന്നേറ്റുണ്ടല്ലോ, കർത്താവിന് ജെന്റിൽ റിമൈൻഡർ. കർത്താവെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, കൊച്ചിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, പിന്നെ കർത്താവ് വേറെ പണിയൊന്നുമില്ലല്ലോ, നിങ്ങളുടെ കാര്യം എല്ലാം ഡയറിക്കകത്ത് എഴുതി വെച്ച് രാവിലെ ടിക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ആ പണി ഏൽപ്പിച്ചിരിക്കുക. നീ രാവിലെ എഴുന്നേറ്റ് പറയണം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്റെ കുഞ്ഞ് പോകുന്നിടത്ത് അനുഗ്രഹമായിരിക്കും. എന്റെ വീട്ടിനകത്ത് ഒരു തിന്മ ഇന്ന് പകൽ സംഭവിക്കത്തില്ല. ആമേൻ. ഞാനും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാനും എന്റെ തലമുറയും ഹല്ലേലൂയ ദൈവം തന്ന ദേശത്ത് ഒരു അത്ഭുതവും അടയാളവും ആയിരിക്കും. എന്റെ ഭാര്യ എന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതകൾ പോലെയും ഇരിക്കും.
ആമേൻ, എനിക്കൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ആമേൻ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ജീവൻ ഭക്തിക്ക് വേണ്ടിയുള്ളതാലും എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട വചനത്തിൽ പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും രാജകീയ പുരോഹിത വർഗമാക്കി. ഒന്ന് വായിച്ചു വെളിപ്പാട് പുസ്തകം 1:6. വെളിപ്പാട് പുസ്തകം 1:6. നമ്മെ സ്നേഹിക്കുന്നവനും ആ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു, ആ തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവനു എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ആമേൻ. നമ്മൾ ആരെയാണ് രാജാവും പുരോഹിതന്മാരും ആക്കി വെച്ചത്? ആരെയാ? ദാവീദിനെയും അഹരോനെയും. അഹരോനെ പുരോഹിതനാക്കി, ദാവീദിനെ രാജാവാക്കി. അവരെ ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ചോ? അങ്ങനെയാണോ പറയുന്നത്? അല്ല. യേശുവിന്റെ രക്തത്താൽ നിങ്ങളെയും എന്നെയും ആരാക്കി മാറ്റി? രാജ്യവും പുരോഹിതന്മാരുമാക്കി. രാജാവും പുരോഹിതന്മാരുമാക്കി. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ആളുകളുടെ മുമ്പിൽ ചെന്ന് യാചിക്കുന്ന രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയും എനിക്കിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം തരണം, അങ്ങനെ യാചിക്കുന്ന രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, എന്നെ ഓർത്ത് ആരും കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന രാജാവിനെ കണ്ടുണ്ടോ? രാജാവ് കാര്യങ്ങളുടെ മുമ്പിൽ കൽപ്പിക്കുന്നവന്. ഞാൻ പറയാം, രാജാവ് എന്ന് പറയുന്നവൻ ആമേൻ ജനത്തെ കരുതാനായിട്ട്, ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യാനുള്ളവനാണ് രാജാവ്. പുരോഹിതൻ ആരാന്നറിയാമോ? ജനത്തിനും ദൈവത്തിനും നടുവിൽ ഇടിവിൽ നിൽക്കുന്നവനാ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, നിങ്ങളും ഞാനും ആരാ? മധ്യസ്ഥന്മാരാ എന്ന് പറഞ്ഞാൽ ഇടിവിൽ നിൽക്കുന്നവരാ, പുരോഹിതന്മാരാ. നമുക്ക് വേറൊരു പുരോഹിതൻ, സോറി തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്കും എനിക്കും വേറൊരു മീഡിയേറ്റർ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളെ പുരോഹിതന്മാരാക്കിയെന്നേ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് കയറിപ്പോ. പുരോഹിതന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ആർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ? പുരോഹിതനെ റൈറ്റ് ഉള്ളൂ. പുരോഹിതന് മാത്രമേ വിശുദ്ധ സ്ഥാനത്ത് കയറിപ്പോകാൻ അധികാരമുള്ളൂ. നിങ്ങളെ പുരോഹിതന്മാരാക്കിയിരിക്കുക. നിങ്ങൾ ഇനി ആരുടെ റെക്കമെൻഡേഷൻ മേടിച്ചോണ്ട് അകത്ത് കയറിപ്പോണ്ടേ? നിങ്ങളുടെ പദവിയെ തിരിച്ചറിഞ്ഞേ, നിങ്ങളുടെ പൊസിഷനെ തിരിച്ചറിഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് മണ്ടത്തരങ്ങളുടെ അകത്ത് കടന്ന് നമ്മുടെ ജീവിതം കുഴയ്ക്കരുത്. നമ്മുടെ പദവിയെ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ചുവട് വെച്ചാണല്ലോ ഒരു തിന്മയും എന്റെ അടുത്ത് വരത്തില്ല. ആര് പറഞ്ഞ അടുത്ത് വരുന്നു? വരത്തില്ല. വചനം അങ്ങനെ പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. ഒരു ദോഷവും വരത്തില്ല. ഇത് വചനമാ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ അകത്തുനിന്ന് നമ്മൾ ഈ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഞാൻ എന്റെ മക്കളെ ഓർത്ത് കർത്താവെ കരയുക. എന്റെ പൊന്നു പ്രിയപ്പെട്ടവർ, നിങ്ങൾ കരച്ചിൽ നിർത്തിയിട്ട് യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തെ തകർക്കുന്ന പിശാച്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇനി മേലിൽ അവന്റെ ഭാവിയെ തുടരുത്, അവന്റെ അനുഗ്രഹത്തെ തുടരുത്, അവന്റെ നന്മയെ തുടരുത്. ഇതെന്താ പ്രശ്നം എന്നറിയാവും? ആമേൻ. രാവിലെ ഈ മെസ്സേജ് കേൾക്കും, ഉച്ചയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കേൾക്കും, രാവിലെ കൽപ്പിക്കും, ഉച്ചയ്ക്ക് കരയും. ഇതെല്ലാം കൂടെ ഏതേലും ഒന്നിൽ നിൽക്ക്. അതങ്ങ് പിടിച്ചങ്ങ് ഉറപ്പിക്ക്. എന്നിട്ട് പറ, ഇല്ല, ഞാൻ അടിമയല്ല, ദാസനല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വചനം ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് 4-ാം അധ്യായത്തില്, ആമേൻ, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവൻ കരഞ്ഞോണ്ടിരിക്കും. കാരണം അവകാശിയാണ്, പക്ഷെ ശിശുവാ. കരച്ചില. കരച്ചിലും നിലവിളിയും മാറിയിട്ട് അപ്പം എന്താ പറയുന്നത്? നമ്മൾ കേൾക്കാറുണ്ട്, ദേശത്തിന് വേണ്ടി നിലവിളിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്നത് പഴയ നിയമമാണേ. നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കാണിച്ച പൗലോസ് പോയി ദേശത്തിന് വേണ്ടി നിലവിളിച്ചെന്ന് പറഞ്ഞു? നല്ല തന്റെ അടുത്തോടെ പറഞ്ഞു, ക്രിസ്തുവാണ് ജീവിക്കുന്നവൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷത്തെ എതിർക്കാൻ ആളുണ്ട്, പക്ഷെ ജീവിക്കുന്ന സുവിശേഷത്തെ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല.
പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് തിരിച്ചിങ്ങോട്ട് വർത്താനം പറയും. പക്ഷേ ജീവിക്കുന്ന സുവിശേഷം ആർക്കും പറ്റത്തില്ല എതിർക്കാൻ. ആർക്കും പറ്റത്തില്ല എതിർക്കാൻ. ഇത് സുവിശേഷമായിട്ട് ജീവിച്ചു കാണിക്കണം. ഞാൻ പറയാം, ലോകത്തിൽ ആരും ബൈബിൾ വായിച്ചൊന്നും വരത്തില്ല, പക്ഷെ നിങ്ങളെ വായിക്കും. നിങ്ങളെ വായിക്കും. നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കണം, ക്രൈസ്റ്റ് ഈസ് ഇൻ ദം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ദൈവത്തോർത്ത് വചനത്തിന്റെ മർമ്മം, സത്യത്തെ തിരിച്ചറിയണം. പൗലോസിനെ കാണുമ്പോൾ പിശാചിന് പേടിയാ. എന്നിട്ട് ഈ പുള്ളിയെ കുത്താൻ വന്നു പിശാച്. നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ, ക്രിസ്തുവിന്റെ മഹത്വം അങ്ങോട്ട് കയറട്ടെന്നേ. ക്രിസ്തുവിന്റെ ബോധ്യം അകത്തേക്ക് വരട്ടെ. മരണാധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്ത മരണഭീതിയിലായിരുന്നവരൊക്കെ വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. Praise God. Thank you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. ഒരു വലിയ മഴ പെയ്ത പോലുണ്ട്, ഇടിവെട്ടി മഴ പെയ്ത പോലുണ്ട്. യേശുവിന്റെ നാമത്തിൽ രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഉണങ്ങിക്കിടക്കുന്ന ചില വിത്തെല്ലാം കിളിർത്ത് വരട്ടെ. മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ഉണങ്ങിപ്പോയ ചില വിത്തില്ല, ഇനി കിളുക്കത്തില്ലെന്ന് പറഞ്ഞ ചിലതില്ല, അല്ലെങ്കിൽ കിളിർത്ത് വരട്ടെ ഈ മഴയത്ത്. അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ മനസ്സിനകത്ത് വ്യതകളെയും ഭാരങ്ങളെയും ഭയത്തെയും കൊണ്ടുവന്ന് പിശാച് നിന്റെ ജീവിതത്തെ എത്രത്തോളം തകർത്ത് കളഞ്ഞ അവിടുന്ന് കേറി വന്നിട്ട് പറ, പിശാചേ, ഞാൻ രാജാവിന്റെ മകനാ, ഞാൻ അത്യുന്നതന്റെ പുത്രനാ, എന്റെ മേലോ എന്റെ കുടുംബത്തിന് മേലോ സാത്താന്റെ തന്ത്രങ്ങൾ ഫലിക്കത്തില്ല. എന്റെ തലമുറയുടെ മേൽ സാത്താന്റെ തന്ത്രം ഫലിക്കത്തില്ല. എന്റെ സമ്പത്തിന് മേൽ സാത്താന്റെ തന്ത്രം ഫലിക്കത്തില്ല. എന്റെ കുടുംബത്തിന് മേൽ സാത്താന്റെ തന്ത്രം ഫലിക്കത്തില്ല. എന്റെ ആരോഗ്യത്തിന് മേൽ സാത്താന്റെ തന്ത്രം ഫലിക്കത്തില്ല. എന്റെ ശുശ്രൂഷയുടെ മേൽ സാത്താന്റെ തന്ത്രം ഫലിക്കത്തില്ല. എന്റെ മനസാക്ഷിക്കകത്ത് നിരാശ കൊണ്ടുവന്ന്, ഡിപ്രഷൻ കൊണ്ടുവന്ന്, ഈ ദിവസം മനസ്സിനകത്ത് എന്തോ വലിയ ഡിപ്രഷൻ കയറിയിട്ട് ഒരു ചിലരോട് അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ചിലത് മനസ്സിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത, ഒന്ന് തുറന്നു പറയണമെന്നുണ്ട്, തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അകത്ത് എന്തോ ചിലതിനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില മനസ്സുകളിൽ നിന്ന്, ചില ജീവിതങ്ങളുടെ അകത്തു നിന്ന് ചില ആൻസൈറ്റികൾ പുറത്തു പോകട്ടെ, ഡിപ്രഷൻ പുറത്തു പോകട്ടെ, ബിറ്റർനെസ് പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അൺഫോർഗിവ്നെസ് പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈവിൾ വർക്ക്സ് എല്ലാം യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും പുറത്തു പോകട്ടെ. ഭയങ്ങൾ പുറത്തു പോകട്ടെ, നിരാശകൾ പുറത്തു പോകട്ടെ. പിശാചിനെ കുറിച്ചുള്ള ഭയം, രോഗത്തെ കുറിച്ചുള്ള ഭയം, മരണത്തെ കുറിച്ചുള്ള ഭയം, ദൈവത്തെ കുറിച്ച് പോലും ആവശ്യമില്ലാത്ത ഭയം മനസ്സിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. ദൈവ സ്നേഹം കൊണ്ട് ഹൃദയം നിറയട്ടെ, ഹൃദയങ്ങൾ നിറയട്ടെ കർത്താവേ. അപ്പാ, രാത്രി അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.